ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ, മഞ്ഞൾ, ടെർമറിക് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇപ്പം ടു മാനേജ് ഇൻഫ്ലമേഷൻ, ഇപ്പം ജോയിൻസ്, ആർത്രൈറ്റിസ്, വാദത്തിൻ്റെ അസുഖങ്ങൾ കുറയ്ക്കാൻ, ദഹനം വർദ്ധിപ്പിക്കാൻ. അപ്പം ഈ ഒരു ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മൂഡ് ബൂസ്റ്ററാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മശക്തിയെ വളർത്താനും ഇത് സഹായിക്കും. ഇപ്പം മനസ്സുമായിട്ട്, ബ്രെയിൻ്റെ ഹെൽത്തുമായിട്ടും, അതുപോലെ നമ്മുടെ ഹാർട്ടിന്, നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണല്ലോ കുർക്യുമിൻ, ടെർമറിക്, ഈ ഒരു മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ പുരാതനമായിട്ടുള്ള ശിവപുരാണത്തിൽ പാർവതീദേവി താൻ കുളിക്കാൻ ഉപയോഗിച്ച മഞ്ഞൾ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഭഗവാൻ ഗണപതിയെ ആ രൂപം നൽകുകയും ജീവൻ കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ തനിക്ക് കാവലായിട്ട് ഗണപതിയെ നിർത്തുകയും, ഇപ്പം ശിവൻ പ്രവേശിക്കാൻ നോക്കിയപ്പോൾ കുട്ടി ഗണപതി പറഞ്ഞു, ഇവിടെ കയറാൻ പറ്റത്തില്ല, എൻ്റെ അമ്മ കുളിക്കുകയാണ്. അപ്പോൾ ശിവൻ ആരാന്ന് അറിയുന്നില്ല. ഉടൻ തന്നെ വളരെ ദേഷിച്ച് കോപിച്ച് കോപാകുലനായിട്ട് കാവൽ നിന്ന ഈ പയ്യനെ കൊന്നുകളയുകയാണ് ചെയ്തത്. തലവെട്ടി കളഞ്ഞു ശിവൻ അന്നേരത്തെ ആ ദേഷ്യത്തിൽ. അപ്പോഴത്തേക്ക് പാർവതി ദേവി ഇത് കണ്ട് വല്ലാത്തൊരു മാനസിക വിഭ്രാന്തിയിൽ ലോകത്തെ മൊത്തം നശിപ്പിക്കും എന്നായി. അപ്പോഴാണ് ശിവൻ അറിയുന്നത് പാർവതി ദേവിയുടെ സങ്കല്പ സൃഷ്ടിയാണ് താൻ കൊന്നൊടുക്കിയത് എന്ന്. അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ബ്രഹ്മാവിൻ്റെ മറ്റുമൊക്കെ സഹായത്താൽ, ഉപദേശത്താൽ ആനയുടെ ആ തല വെട്ടി കൊണ്ടുവരികയും അങ്ങനെയാണ് ഗണപതി ഭഗവാൻ, വിഘ്നേശ്വരൻ എന്ന രൂപം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗണപതി എന്ന് പറയുമ്പോൾ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അപ്പോൾ ടെർമറിക് ഉപയോഗിച്ചുകൊണ്ടാണ് ഭഗവാനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഗണപതി ഭഗവാനെ. ഇപ്പം മഞ്ഞൾ എന്ന് പറയുന്നത് സിദ്ധ ഔഷധമാണ്. അപ്പോൾ പുരാതന കഥയിൽ നമുക്ക് നൽകുന്നതായിട്ടുള്ള ഉപദേശം മഞ്ഞളുടെ ഗുണങ്ങളാണ് പ്രധാനമായിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കുക. അതെന്തുകൊണ്ടാണ്? മൂഡ് ബൂസ്റ്ററാണ്, ഓർമ്മ നൽകുന്നതാണ്. അപ്പോൾ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്നു, നമ്മുടെ കോശങ്ങൾക്ക് ശക്തി നൽകുന്നു, ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ മഞ്ഞൾ എന്നത് ശരിക്കും ക്യാൻസർ രോഗം പോലും വരാതിരിക്കാൻ, പിടിപെടാതിരിക്കാൻ, ഈവൻ ക്യാൻസർ വന്ന രോഗികൾക്ക് പോലും മഞ്ഞളുടെ ഉപയോഗം ധാരാളമായിട്ട് ഉള്ളിൽ ചെന്നാൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും എന്നൊക്കെയാണ് സയൻസ്, സ്റ്റഡിയുണ്ട് സയൻറ്റിഫിക്കായിട്ട്. ഇതാണ് പുരാതനമായ ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന കഥ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മൂഡിനെ സ്വാധീനിക്കുന്നു, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു, അതിനെ നിയന്ത്രിക്കാനും മഞ്ഞൾ സഹായിക്കുന്നു. കാരണം ബ്രെയിൻ്റെ ഹെൽത്തിനാണല്ലോ ഇത് ഗുണം ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ക്ഷുഭിതനാവുകയും ചിന്തിക്കാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിൽ നിന്ന് മനുഷ്യൻ മുക്തി നേടണം. പൊടുന്നനെ ചെയ്തു കഴിഞ്ഞാൽ ദേഷിച്ച് എന്തും അത് നാശത്തിൽ ഭവിക്കുന്നു എന്ന ഉപദേശമാണ് ഭഗവാന്റെ ഈ ഒരു ആനമുഖനാകുന്ന കഥ ലോകത്തിന് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതാണ് ആ കഥയുടെ പൊരുൾ. നമുക്കറിയാമല്ലോ ശിവപുരാണം, ഗണപതി ഭഗവാന്റെ ജനനം, ഈ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിൻ്റെ പൊരുൾ ഇതാണ്, സത്യം ഇതാണ്. അപ്പോൾ നമ്മുടെ മൂഡ് സ്വാധീനിക്കുന്നു മഞ്ഞൾ, ഔഷധ ഗുണം. എന്തായാലും ഞാൻ കൊല്ലം ഐത്തിലെ മെഡിട്രീന ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റാണ്. നമുക്ക് സ്വന്തമായിട്ട് മുഖത്തിലയിൽ NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി, ചൈൽഡ് സൈക്കോളജി, അഡോളസെൻ്റ് കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. വന്ന് പ്രയോജനപ്പെടുത്തു. 9605743596. വെൽക്കം.